തണൽ കുവൈത്ത് പ്രവാസി അസോസിയേഷൻ്റെ അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ ഇട്ടിച്ചൻ ആൻ്റണിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. കുവൈറ്റ് തണൽ പ്രവാസി അസോസിയേഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന വിശിഷ്ട അതിഥികളെ കൂടുതലായി നിർമ്മിക്കുന്നില്ല. ഞങ്ങളുടെ ക്ഷണത്തിൽ നിങ്ങളെല്ലാം കടന്നു പോയതിന് ഞങ്ങളെല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു, ആശംസ അറിയിക്കുന്നു. അതുപോലെ കുവൈറ്റ് തണൽ പ്രവാസി അസോസിയേഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇതര സംഘടനയിൽ നിന്ന് കടന്നു വന്ന ഭാരവാഹികളെ, ഞങ്ങൾ ഓരോരുത്തരും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഇതര ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ, അതിലുപരിയായിട്ട് നമ്മുടെ കെ കുടുംബാംഗങ്ങളെ, ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ തണൽ കുവൈറ്റിൻ്റെ പേരുള്ള ആശംസകൾ അറിയിക്കുന്നു. ഇത് ഇന്നത്തെ ഈ ഇഫ്താർ നടത്തുന്നത് ഞങ്ങളല്ല, നിങ്ങളിൽ ഓരോരുത്തരാണ്. നിങ്ങളിലെ ഓരോരുത്തരാണ് ഈ തണലിൻ്റെ ഈ ഇഫ്താർ നടത്തുന്നതിൻ്റെ വിജയം. നിങ്ങളെല്ലാം സഹകരിച്ചു, കടന്നു വന്നു. ഒരിക്കൽ കൂടി എല്ലാ ഭാരവാഹികളെയും, തണലിൻ്റെ പ്രത്യേകിച്ച് എല്ലാ തണലിൻ്റെ ഭാരവാഹികളെയും ഇതര സംഘങ്ങൾ എല്ലാവരും കൂടെ ഒരിക്കൽ കൂടി ആശംസ അറിയിക്കുന്നു. ഇത്രയും നേരം ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന ഈ ബാങ്ക് വിളിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരും സന്തോഷമായി കടന്നു പോകാൻ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസാ പ്രസംഗത്തിനായി തണൽ കുവൈത്ത് പ്രവാസി അസോസിയേഷൻ്റെ മീഡിയ കൺവീനർ ശ്രീ സലീം സിറ്റിയെ ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ആശംസാ പ്രസംഗത്തിന് സലീം സിറ്റിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. തണൽ കുവൈത്ത് അനുചോരിക്കിട്ടുള്ള ഈ ഇഫ്താറിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും, നമ്മളെ തണൽ കുവൈത്തിൻ്റെ മെമ്പർമാരും അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വകയും തണൽ കുവൈത്തിൻ്റെ വകയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇഫ്താർ സംഗമത്തിന് എത്തിച്ചെന്നവർക്ക് നന്ദി അറിയിക്കുന്നതിനായിട്ട് തണൽ കുവൈത്ത് പ്രവാസി അസോസിയേഷൻ്റെ ട്രഷറർ ശ്രീ അനന്തു പത്മനാഭനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾ, അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും വിജയം നമ്മുടെ മെമ്പേഴ്സാണ്. മെമ്പേഴ്സിൻ്റെ സാന്നിധ്യം ഇവിടെ വളരെ നന്നായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന മെമ്പേഴ്സ്, അതോടൊപ്പം തന്നെ ഇവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും എൻ്റെ പേരിലും തണൽ കുവൈറ്റിൻ്റെ പേരിലുമുള്ള ഹൃദയംഗമമായിട്ടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു.